മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ഇടപാടിൽ GST പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറും. സ്പോൺസർ നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. നികുതി ഈടാക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി. വിശദമായ തുടരന്വേഷണത്തിനും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. സുലൈസക് വിശദാംശങ്ങളുമായി. സുനിൽ, ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സംബന്ധിച്ച് നമുക്ക് എന്തെല്ലാം സൂചനകൾ ലഭിക്കുന്നുണ്ട്? വീഴ്ച ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. എത്ര വലിയ വീഴ്ച ഉണ്ടായി, അല്ലെങ്കിൽ ഈ എത്ര വലിയൊരു നികുതി വെട്ടിപ്പ് നടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സെഫുദ്ദീൻ, ഏതാണ്ട് 22.5 കോടി രൂപയുടെ നികുതി വെട്ടിപ്പിലുമായി ബന്ധപ്പെട്ട് നടന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. മെസ്സിയെയും അർജന്റീനിയൻ ടീമിനെയും കേരളത്തിലെത്തിക്കുമെന്ന് പറഞ്ഞ് നടന്ന സാമ്പത്തിക ഇടപാടുകളിൽ അടിമുടി നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് പ്രാഥമിക പരിശോധനയിൽ തന്നെ കണ്ടെത്തിയിരുന്നു. ഇതനുസരിച്ചാണ് സംസ്ഥാന ധനവകുപ്പ് ഒരു GSTയുടെ സ്പെഷ്യൽ ടീം ഉണ്ടാക്കുകയും അവരോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. ഇവരുടെ അന്വേഷണ റിപ്പോർട്ട് പൂർത്തിയായിട്ടുണ്ട്. ഇത് നാളെ ധനവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് കൈമാറും. ആ റിപ്പോർട്ടിന്റെ ഏറ്റവും പ്രധാനമായും പറയുന്നത് വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അത് 3 തരത്തിലാണ് നികുതി വെട്ടിപ്പ് നടന്നത്. നികുതി വെട്ടിപ്പ്, ലീഗൽ ഫീസിന്റെ നികുതി അടച്ചില്ല, സാമ്പത്തിക ഇടപാടുകൾക്ക് ആദായ നികുതി ഒടുക്കിയില്ല തുടങ്ങിയവയാണ് ഈ റിപ്പോർട്ടിലുള്ള കണ്ടെത്തലുകൾ. മാത്രമല്ല, ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം വേണമെന്ന ഒരു ശുപാർശ കൂടി ഈ ഇടക്കാല റിപ്പോർട്ടിലുണ്ട്. നാളെയാണ് മുഖ്യമന്ത്രിക്ക് കൈമാറുക. ഇന്ന് കൈമാറുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷെ മുഖ്യമന്ത്രി ഇന്ന് തിരുവനന്തപുരത്തില്ല. അതുകൊണ്ട് തന്നെ നാളത്തേക്കായിരിക്കും ആ റിപ്പോർട്ട് കൈമാറുകയും ചെയ്യുക. എന്തായാലും ഇക്കാര്യത്തിൽ തുടരന്വേഷണം ഉണ്ടാകും. അത് ആഭ്യന്തര വകുപ്പ് കൂടി ഇടപെട്ടുകൊണ്ട് ഒരു പോലീസ് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകാനാണ് സാധ്യത. ലഭിക്കുന്ന വിവരമനുസരിച്ച് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം ഈ കേസ് അന്വേഷിക്കും. ഇതിന്റെ സ്പോൺസർമാരായ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡിന്റെ അതിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ അടക്കമുള്ള ആളുകൾക്ക്, അതിന്റെ ചെയർമാൻ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യുമെന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, അതിന്റെ കൃത്യമായ സൂചന അല്പസമയം മുമ്പ് മന്ത്രി കെ മുരളീധരൻ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു. അതായത്, മെസ്സിയുടെ പേരിൽ വലിയ വെട്ടിപ്പ് നടന്നിട്ടുണ്ട്, മെസ്സിയുടെ പേര് പറഞ്ഞ് പൂട്ടടിച്ച ഒരുത്തിനെയും വെറുതെ വിടില്ലെന്ന് അല്പസമയം മുമ്പ് കെ മുരളീധരനും വ്യക്തമാക്കിയിട്ടുണ്ട്. അത് സർക്കാരിന്റെ നയമാണ്, അത് UDF സർക്കാരിന്റെ തീരുമാനമാണ്. അതനുസരിച്ചുള്ള നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. സൈഫുദ്ദീൻ. സുനിൽ ഐസക്, തിരുവനന്തപുരത്ത്.